ഹായ്, ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? അപ്പോൾ നമ്മുടെ എന്തിനാ വന്നിരിക്കണേന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ RTP ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാ തവണയും പറയുന്നത് പോലെ MTP, RTP ഒക്കെ ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് ഞാൻ എപ്പോഴും ഇതൊന്ന് അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു എക്സാം എടുത്താൽ പോലും ലിക്വിഡിറ്റി ട്രാപ്പ് അല്ലേ, നമ്മൾ പ്രഡിക്ഷനിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഉറപ്പായിരുന്നു ആ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. കാരണം അത് വല്ലാത്തൊരു ഇൻഡിക്കേറ്റർ ആയിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണ നമുക്ക് RTP പബ്ലിഷ് ചെയ്തു. RTP ഒരുപാട് കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് മക്കളെ. കാരണം ഈ സെപ്റ്റംബർ ബാച്ചിൽ അവര് അനൗൺസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും മെയിൻ എക്സാമിലേക്ക് വന്നിട്ടില്ല. മെയിൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട മക്കൾക്ക് അറിയാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. MTP നിങ്ങളെ അങ്ങ് ഒരു വഴികൂടെ അങ്ങ് വിട്ടിട്ട് മെയിൻ എക്സാം, ICയുടെ മെയിൻ എക്സാം വേറൊരു വഴികൂടെ പോയ ഒരു രീതിയിലായിരുന്നു ഇത്തവണ എക്സാം വന്നത്. അപ്പോൾ ആ ഒരു എക്സാമിലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട് ഈ RTPയിൽ. MTPയിലും ഇത് തന്നെ സംഭവിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചത് വലിയൊരു ഇൻഡിക്കേറ്റർ. പ്രത്യേകിച്ച് പ്ലാനിംഗ് കമ്മീഷന്റെ ഒബ്ജക്റ്റീവ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ വലിയൊരു ഇൻഡിക്കേഷനാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഒരു 26 ക്വസ്റ്റ്യൻസ് ആണ് അവർ പബ്ലിഷ് ചെയ്തേക്കണേ. 26 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലുത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനിലേക്ക് നേരെ പോവാം. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ ഈ RTP മാത്രം വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സൈഡിൽ കൂടെ RTP പോകും, ഒരു സൈഡിൽ കൂടെ മെയിൻ എക്സാം പോകും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴായാലും നമുക്ക് ഏതൊരു RTP MTP എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്തില്ലെങ്കിലും നമ്മൾ റിസൾട്ടിലുണ്ടാവും കേട്ടോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ക്ലിയർ? ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ്, നമ്മുടെ കീവേഡ്സ് ഒക്കെ ഞാൻ വരച്ചിടാം. സ്റ്റഡി ഓഫ് ഇക്കണോമിക് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലിരുന്ന മക്കൾക്കാണെങ്കിൽ അത് മതി അല്ലേ, ആ ഒരു ഹിന്റ്. ഇതാണ് നമ്മുടെ ഹിന്റ് എന്ന് പറയുന്നത് അല്ലേ, ഡിസിഷൻ മേക്കിംഗ്. ദെൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ, അവിടെ പറയുന്നുണ്ട് ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള പഠനം അല്ലേ. അവിടെ എല്ലാ ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള പഠനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഫേമിനെ കുറിച്ചുള്ള പറയണം. ഫേം എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് അല്ലേ, ഒരുപാട് ഫേമുകൾ കൂടി ചേരുന്നതല്ലേ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഷോപ്പ് വന്നു. ഓക്കെ, അപ്പോൾ അത് മതി, ആ ഒരു ആൻസർ നമുക്ക് കിട്ടാനായിട്ട് അത് തന്നെ ധാരാളമാണ്. അപ്പോൾ സ്റ്റഡി അബൌട്ട് ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലേ. സ്റ്റഡി അബൌട്ട് ഇൻഡിവിജ്വൽ, ഇതാണ് എന്ത്, ഇതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ എക്കണോമി. ഓക്കെ, മൈക്രോ എക്കണോമിക്സ്. അതുപോലെ തന്നെ ഇപ്പൊ മാക്രോ എക്കണോമിക്സ് ആണെങ്കിലോ സ്റ്റഡി അബൌട്ട് എൻറ്റയർ എക്കണോമി, അല്ലെങ്കിൽ ഓർ ഇക്കണോമി ആസ് എ ഹോൾ. ഇതാണ് മാക്രോ എക്കണോമിക്സ് വരുന്നത് മക്കളെ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്, മൈക്രോ എക്കണോമിക്സ് ആണല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു, ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ വലിയ പ്രശ്നമൊന്നും നമുക്ക് വരില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണ് അവർ ക്വസ്റ്റ്യൻസ് തന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഫേഴ്സ് ടു സ്റ്റഡി ഓഫ് ദ ടോട്ടൽ. യെസ്, അവിടെ പറയുന്നത് എന്താ, നേരെ ഓപ്പോസിറ്റ്. ടോട്ടൽ ഓർ അഗ്രഗേറ്റ് മതിയിലോ, ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഇൻകം, എംപ്ലോയ്മെന്റ്, കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്. ഇതാ മക്കളെ അഗ്രഗേറ്റ്. അഗ്രഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഹോൾ എക്കണോമി ഓർ അഗ്രഗേറ്റ്, മൊത്തത്തിലുള്ള പഠനമല്ലേ. എക്കണോമീനെ, എൻറ്റയർ എക്കണോമീനെ കുറിച്ചുള്ള പഠനമല്ലേ. ഇതാ ഇവിടെ നമ്മുടെ വാക്ക് കിടക്കുന്നുണ്ട്, ഹോൾ. ആൻസർ ഏതാണ് വരിക, മാക്രോ എക്കണോമിക്സ്. ഒന്നും അവിടെ പറയാനില്ലല്ലോ. യെസ്, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ RTP 1, 2 നമ്മളെ പെടുത്തിയില്ല, പക്ഷെ മെയിൻ എക്സാം പെടുത്താൻ ചാൻസ് ഉണ്ട്. RTP അത്ര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് കണ്ടുകൊണ്ട് മെയിൻ എക്സാം സിമ്പിൾ ആണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പോയേക്കരുത്. പാസ് പെർസെൻറ്റേജ് ഒക്കെ കണ്ടതല്ലേ സെപ്റ്റംബറിലെ. നന്നായിട്ട് പഠിച്ചാൽ നമ്മൾ എന്തായാലും ആ ലിസ്റ്റിൽ കയറും. ക്ലിയർ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇംപ്ലിസിറ്റ് കോസ്റ്റ്. യെസ്, അപ്പൊ ഇവിടെ ഇംപ്ലിസിറ്റ് കോസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദെൻ നമുക്ക് വേറൊരു ഇൻഫർമേഷൻ നമുക്കറിയാലോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്ലസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഈക്വൽ ടു ഇക്കണോമിക് കോസ്റ്റ്. അങ്ങനെ നമുക്കറിയാലോ, ഇത്ര ഇൻഫർമേഷൻസ് നമുക്കറിയാം. ഇക്കണോമിക് കോസ്റ്റ്. ഓക്കെ, ഇത്ര ഇൻഫർമേഷൻ നമുക്കറിയാം. കാണാൻ പറ്റുന്നില്ല അല്ലേ? സെറ്റ് അല്ലേ? ഇതാ ഇത്ര ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മുടെ ആൻസറിലേക്ക് പോവാം. ഓക്കെ, നമ്മളോട് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ചോദിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഓപ്ഷൻസ് നോക്കിയേ. ബിസിനസ് പ്രോഫിറ്റ് മൈനസ് എക്കണോമിക് പ്രോഫിറ്റ്, ബിസിനസ് പ്രോഫിറ്റ് പ്ലസ് ഇക്കണോമിക് പ്രോഫിറ്റ്, ഇക്കണോമിക് പ്രോഫിറ്റ് മൈനസ് ബിസിനസ് പ്രോഫിറ്റ്, ഇക്കണോമിക് പ്രോഫിറ്റ് മൈനസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഇക്വേഷനിലേക്ക് ശരിക്കും നോക്കുക. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഇല്ലേ? യെസ്. എന്താ നോക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണം മക്കളെ. വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുക. ക്ലിയർ? നോക്കി ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പുള്ളിക്കാരന്റെ പ്രോഫിറ്റ് മൈനസ് ഇക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞില്ലേ, ഇക്കണോമിക് എന്ന് പറഞ്ഞൊരു ടേമുണ്ട്, ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു ടേമുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു വ്യക്തിക്ക് ഇന്റേണലി വരുന്ന കോസ്റ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരുന്ന കോസ്റ്റ്, ഒരിക്കലും ഒരു എക്സ്പ്ലിസിറ്റ് ലെവലിലേക്ക് പോകാത്ത ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് വന്ന ആ ഒരു ബിസിനസ് പ്രോഫിറ്റും ഇക്കണോമിക് പ്രോഫിറ്റും കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു കോസ്റ്റ് ഉണ്ട്, മീൻസ് അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഏരിയ ഉണ്ട്, അതായിരിക്കും അദ്ദേഹത്തിന് വന്ന മെയിൻ അദ്ദേഹത്തിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കുറച്ച് ഒന്നുമില്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഉടായ്പ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ഉടായ്പ ക്വസ്റ്റ്യനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് നമുക്ക് ഏത് രീതിയിൽ ചിന്തിക്കണം എന്നൊക്കെ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അവിടെ നിന്നാണ് മക്കളെ നമുക്ക് ആ ലെവൽ ക്വസ്റ്റ്യൻസ് ചിന്തിച്ചെടുക്കാൻ പോലും പറ്റുള്ളൂ. ക്ലിയർ? അപ്പൊ ഇത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇത് ഐസിയുടെ നല്ലൊരു പാറ്റേണിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനുമാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, നമുക്ക് ഈസി ആക്കി മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും പോലത്തെ ക്വസ്റ്റ്യൻ തന്നു. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ വലിയ തരക്കേടില്ല, എന്നാൽ ചിന്തിച്ചെടുക്കേണ്ട ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ ആദ്യം മക്കൾ ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പോഴും പറയാറുള്ള പോലെ, കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ, ഈ കോസ്റ്റിൽ നിന്ന് കഴിഞ്ഞ തവണ എന്ത് വന്നിട്ടില്ല, ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഓക്കെ, കഴിഞ്ഞ തവണ കോസ്റ്റിൽ നിന്ന് നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തവണ എന്ത് വരാൻ ചാൻസും ഉണ്ട്, കോസ്റ്റിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നവർക്കറിയാം, ഇത്തവണ നല്ല രീതിയിൽ നിങ്ങൾ കോസ്റ്റ് പഠിച്ചിട്ട് പൊക്കോളണം. കോസ്റ്റിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, കാരണം കഴിഞ്ഞ തവണ ഒരു കോസ്റ്റിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല. അപ്പൊ ഈ പാർട്ടില്ലേ മെയിനായിട്ട്, ഈ പാർട്ട് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പൊക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ബിസിനസ് പ്രോഫിറ്റ് മൈനസ് ഇക്കണോമിക് പ്രോഫിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ടോട്ടൽ റവന്യൂ മൈനസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് മൈനസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആയിരിക്കും ഇതിൽ എന്തെന്ന് പറയുന്നത്, എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്രോഫിറ്റ് ടോട്ടൽ റവന്യൂ മൈനസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, അതാണ് ബിസിനസ് പ്രോഫിറ്റ്. ക്ലിയർ?
ഒന്ന് ഓർത്ത് വെച്ചോളണേ. എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ മൈനസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് മൈനസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്, ഇത് രണ്ടും ചെയ്യണം, എന്നാലാണ് എക്കണോമിക്കിലേക്ക് നമ്മൾ പോകാൻ പറ്റുള്ളൂ. എക്കണോമിക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കൂടി ചേരുന്നതാ? എക്സ്പ്ലിസിറ്റും ഉണ്ട് അല്ലെ. എക്കണോമി എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്, നമ്മുടെ നോട്ടിൽ അങ്ങനെ തന്നെ എഴുതി തന്നിട്ടുണ്ട് അല്ലെ. എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും കൂടി ചേരുന്നതാണ് എന്ത്? ഇക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ടോട്ടൽ റവന്യൂവിൽ നിന്ന് മൈനസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ദെൻ മൈനസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്, ഇത്രയും ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഇക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് പോകുമ്പോൾ. പക്ഷെ ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ റവന്യൂ മൈനസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് മാത്രമേ വരുള്ളൂ, അതിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് വരില്ല. അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രോഫിറ്റിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബിസിനസ് പ്രോഫിറ്റ് എക്കണോമിക് പ്രോഫിറ്റും തമ്മിലുള്ള ആ ഡിഫറൻസ് ഏതാണ്? ഇംപ്ലിസിറ്റ് കോസ്റ്റ് അല്ലേ? സിമ്പിൾ, അതല്ലേ ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അവർ തമ്മിൽ. ക്ലിയർ? ദെൻ the demand curve for a firm output is perfectly elastic. അപ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ഇങ്ങനെയാണ് ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അതിൽ ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ. യെസ്, അങ്ങനെയാണ് ഈ ഒരു ഫേമിന്റെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് ആരെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് അവിടെ ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ മൊണോപ്പൊളിസ്റ്റ് ആണോ? അല്ല, മൊണോപ്പൊളിയുടെ ഡിമാൻഡ് കർവ് ഇൻഇലാസ്റ്റിക് ആണ്. ഒളിഗോപ്പൊളിസ്റ്റ് ആണോ? അല്ല, ഒളിഗോപ്പൊളിയുടെ ഡിമാൻഡ് കർവ് കിങ്ങയുടെ ഡിമാൻഡ് കർവാണ് അല്ലേ. ഇന്നലെ പഠിച്ചാണ് ഇലാസ്റ്റിക് പോർഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് പോർഷൻ. ദെൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ ഡിമാൻഡ് കർവാണോ? അല്ല, അതെന്തായിരിക്കും? ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പൊ ഇതാരുടെയാണ്? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ. ഇപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ ഒരു ഡിമാൻഡ് കർവിന്റെ ഷേപ്പാണ് എന്ത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് പോയാൽ ദ ഫേം ഈസ് ആൻ ഇൻഡസ്ട്രി ദാറ്റ് പർച്ചേസ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ്. ഓക്കെ, ഒരു ഫേം ഇൻഡസ്ട്രി ആണ്, ഫേം തന്നെയാണ് അവിടുത്തെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മെയിനായിട്ട് ദ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ആണ് അവരവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു മാർക്കറ്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചാണ്. അപ്പോൾ അതിൽ മൊണോപ്പൊളിസ്റ്റ് ഇല്ല. മൊണോപ്പൊളിസ്റ്റിൽ നമ്മൾ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് എന്നല്ല, നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുന്നത്. ഒളിഗോപ്പൊളി കറക്റ്റാണ്, പക്ഷെ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റി. ഐദർ മൊണോപ്പൊളിസ്റ്റിക്കൽ കോമ്പറ്റേറ്റീവ് ശരിയാ, പക്ഷെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരില്ല. ദെൻ ഐദർ മൊണോപ്പൊളിസ്റ്റിക്കലി കോമ്പറ്റേറ്റീവ് ഓർ ഒളിഗോപ്പൊളിസ്റ്റ്. ദെൻ ഓപ്ഷൻ ഈ തെറ്റാണ്, കാരണം പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഒളിഗോപ്പൊളി ശരിയാ. അപ്പോൾ ഇതിന്റെ രണ്ടും ശരിയായിട്ട് വരുന്ന മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് ആൻഡ് ഒളിഗോപ്പൊളി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിൽ ആ കറക്റ്റ് ആൻസർ ആണ് നമ്മൾ അത് ചൂസ് ചെയ്തത്. ദെൻ പറഞ്ഞു പോണോ, ഇവിടുത്തെ മൊണോപ്പൊളിസ്റ്റിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എങ്ങനെ പറയാൻ പറ്റുള്ളൂ പ്രൊഡക്റ്റിന്? നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെയാണ് പ്രൊഡക്റ്റിനെ പറയാൻ പറ്റുന്നത്. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രൊഡക്റ്റിനെ എങ്ങനെ പറയാൻ പറ്റുന്നത്? ഹോമോജീനിയസ് ആണ്, ഡിഫറൻഷിയേറ്റഡ് അല്ല. ഹോമോജീനിയസ് ആൻഡ് ഐഡന്റിക്കൽ ആണ്. ഹോമോജീനിയസ് ആൻഡ് ഐഡന്റിക്കൽ പ്രൊഡക്ട്സ് ആണ് ഏത് എന്ന് പറയുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആൻഡ് ഐഡന്റിക്കൽ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ പിന്നെ അതെന്തായാലും ആൻസർ വരില്ല, നമുക്ക് മനസ്സിലായി. നമ്മൾ 6ലേക്ക് മൂവ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി ഓർഗനൈസേഷൻ ദാറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ റെക്കഗ്നൈസ്ഡ് ഇന്റർഡിപ്പെൻഡൻസ്, അതാണ് നമ്മുടെ ഹിന്റ്, നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത് ഇതാണ്, ഇന്റർഡിപ്പെൻഡൻസ് ആൻഡ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. ഇതും പറഞ്ഞു തന്നിട്ടുണ്ട്, നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. അപ്പൊ ഈ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ രണ്ട് സ്ഥലത്ത് വരുന്നില്ലേ? എവിടെയാ? നോൺ പ്രൈസ് കോമ്പറ്റീഷൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും വരുന്നുണ്ട്, ഒളിഗോപ്പൊളിയിലും വരുന്നു. ക്ലിയർ? എന്നിട്ട് ഇവിടെ ആൻസർ സി ആണ്, 6C ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇന്റർഡിപ്പെൻഡൻസ്, ഇത് ഒളിഗോപ്പൊളിയുടെ ഫീച്ചറാ, അത് ഒളിഗോപ്പൊളിയുടെ മാത്രം ഫീച്ചറാ. അപ്പൊ ഇതിന്റെ ആൻസർ ഒളിഗോപ്പൊളിയാണ്. ക്ലിയർ? ടീച്ചേഴ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒന്നും പേടിക്കാനില്ല, തന്ന നോട്ട് നേരെ പഠിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് റൺ കോസ്റ്റ് കർവ് ഡിക്ലൈൻ കണ്ടിന്യൂസ്ലി ഡിക്ലൈൻ ചെയ്യുന്ന ഒരു ഷോർട്ട് റൺ കോസ്റ്റ് കർവ്. അപ്പോൾ ഇവിടെ തന്നേക്കണ കർവൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും AC കർവിന്റെ ഷേപ്പ്. അപ്പോൾ AC കർവ് ഒരു പരിധി കഴിഞ്ഞാൽ കൂടും, ഓർ ATC, ACയുടെ വേറെ പേരാണല്ലോ ATC. ദെൻ അതിന്റെ താഴെയായിട്ട് ആരുണ്ട്? നമ്മുടെ AVC ഉണ്ട്. ദെൻ ഇവരുടെ സെൻട്രിൽ കൂടെ ആരുണ്ട്?
ഇവിടെ MC കുട്ടനുണ്ട്. ദെൻ താഴത്തേട്ട് ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് കിടക്കുന്ന ആരുണ്ട്? AFC ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിക്ലൈൻ ചെയ്യുന്ന കോസ്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ഒരു ഡൗട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ. ഒരു ഡൗട്ടിലേക്കും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചു വെച്ച കാര്യം അങ്ങ് നേരെ ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ദ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി, റെസ്റ്റോറൻ്റ് ആണ് ചോദിച്ചേണേ. മാർക്കറ്റ് സ്ട്രക്ചർ ഒരു എക്സാമ്പിൾ ഇട്ടുകൊണ്ടോ ചോദിച്ചേണേ. ഈ റെസ്റ്റോറൻറ്റ് എവിടെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ പറയും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയും എല്ലാവരും. ഓക്കെ, ഞാൻ റെസ്റ്റോറൻറ്റ് എന്ന് എഴുതി തന്നില്ല, ഹോട്ടലിൽ നിന്ന് എഴുതി തന്നായിരുന്നോ? അങ്ങനെ എഴുതി തന്നിട്ടുണ്ട്. യെസ്, ഒന്നും നോക്കാനില്ല. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് പഠിപ്പിച്ചതാ. ഹോട്ടൽ എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഇട്ട് തന്നിട്ടുണ്ട്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അല്ലേ? ഇവിടെയൊക്കെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് വരും. മൊണോപ്പൊളി നിങ്ങൾക്ക് അറിയാലോ, ആറന്മുള കണ്ണാടി പോലത്തെ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ വരും. ഒളിഗോപ്പൊളിയിൽ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് വരും. ഡിഫറൻഷിയേറ്റ് പ്രൊഡക്റ്റ് അല്ലല്ലോ അല്ലേ വേണ്ടേ. സോഫ്റ്റ് ഡ്രിങ്ക്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. അതുപോലെ ഇവിടെ നിങ്ങളെ പെടുത്താൻ ചാൻസ് ഉള്ളത് ഇങ്ങനെ തരും: മാർക്കറ്റ് ഷെയർ, ഇന്ന കമ്പനിക്ക് ഇത്ര മാർക്കറ്റ് ഷെയർ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കമ്പനി ഡൊമിനൻറ്റ്, ഈ കമ്പനി മാർക്കറ്റിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള കമ്പനിയാണ്. അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ആൻസർ ഒളിഗോപ്പൊളിയാണ്. അത് എപ്പോഴും ഓർത്തോണം കേട്ടോ. ആ ഒരു ടൈപ്പിൽ വന്നാലും അത് ഒളിഗോപ്പൊളിയാണ്. പിന്നെ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ നിങ്ങൾക്കറിയാലോ, സോപ്പ്, ചീപ്പ്, ടൂത്ത് പേസ്റ്റ്, അങ്ങനെ എക്സെട്ര. പിന്നെ അതിൽ നമ്മൾ പഠിപ്പിച്ചാണ് ഹോട്ടൽ. ക്ലിയർ? ഞാൻ സോപ്പ് ഹോട്ടൽ വെച്ചോണ്ടല്ലേ എക്സാമ്പിൾ എഴുതി തന്നെ. Then economic indicator of contraction and expansionary phase by measuring real GDP. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നിങ്ങളോട് ചോദിച്ചാണ് ഇക്കണോമിക് ഇൻഡിക്കേറ്റർ ഓഫ് കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷനറി ഫേസ് ബൈ മെഷറിംഗ് റിയൽ GDP. അപ്പോൾ റിയൽ GDPയുടെ കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ മെഷർ ചെയ്യുന്ന ഏതാ? ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ, ലീഡിങ്, ലാഗിങ്, കൺകറന്റ് അവിടെ തന്നിട്ടില്ല. കാരണം GDP എന്ന് പറയുന്നത് കൺകറന്റിൽ വരും, കൺകറന്റ് ഇൻഡിക്കേറ്ററാ. അപ്പോൾ ബിസിനസ് സൈക്കിള്, എക്സ്പാൻഷനും കോൺട്രാക്ഷനും അല്ലേ മക്കളെ ബിസിനസ് സൈക്കിളിൽ റൺ ചെയ്യുന്നത് അല്ലേ? അതെ. ആരെങ്കിലും അല്ലാന്ന് പറ. ഇവിടെ എന്നാ ടൈം, സൈഡിൽ എന്നാ GDP അല്ലേ? ഇനി ഇതെന്നാ റിക്കവറി, ഇതെന്നാ പ്രോസ്പെരിറ്റി, ഇതെന്നാ റിസഷൻ, ഇതേതാ ഡിപ്രഷൻ ആണേ. ഇനി റിക്കവറിയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ചോദിക്കൂലേ, ഏതാ? പീക്ക് ഓർ ബൂം. റഫിലെ ഏറ്റവും മിനിമം പോയിന്റ് ഡിപ്രഷനിലെ ഏറ്റവും മിനിമം പോയിന്റ് ചോദിക്കൂലേ, റഫ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഓർത്ത് വെച്ചിട്ട് പോകാം കേട്ടോ. പിന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് എല്ലാം കൂടുന്നതാണ് റിക്കവറി, പക്ഷെ അൺഎംപ്ലോയ്മെന്റ് കുറയുമെന്ന് ഓർത്തോളണം. എല്ലാം കുറയുന്നതാണ് റിസഷൻ, ബട്ട് അൺഎംപ്ലോയ്മെന്റ് കൂടുക എന്ന് ഓർത്തോളണം. ഓക്കെ. ദ നാഷണൽ അക്കൗണ്ട്സ് അവോയ്ഡ് മൾട്ടിപ്പിൾ കൗണ്ടിങ്. അപ്പോൾ മൾട്ടിപ്പിൾ കൗണ്ടിങ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കുന്നുണ്ട് നാഷണൽ ഇൻകത്തിൽ. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കണമെന്നാ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജി എന്താണ്? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഇത് ചെയ്യുന്നില്ലേ? ഇന്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറഞ്ഞ ഇൻപുട്ട്, ഇത് ചെയ്യുന്നില്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ഡബിൾ കൗണ്ടിങ് ഒഴിവാകുന്നില്ലേ? അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഏത് മാത്ര? MP, മാർക്കറ്റ് പ്രൈസ്. എന്തിൻ്റെ? GDP MP ആണ് എഴുതി വെച്ചാണ്, അതായത് ഫുള്ളി ഫൈനൽ ഗുഡ്സ് അല്ലേ? മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നല്ലേ നമ്മൾ പഠിച്ചേ? എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂ ആണ് എടുക്കുന്നത് കേട്ടോ. വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്.
ഇനി നമ്മൾ ഡെഫിനിഷൻ പഠിച്ച ഫൈനൽ പഠിച്ച കാര്യങ്ങൾ ലെക്ചർ നോട്ടിലുള്ള എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്? ക്വസ്റ്റ്യനിലുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ദെൻ വാട്ട് ഡസ് ആർട്ടിക്കിൾ 246 ഇത് മറന്നുപോയോ? 246 എന്നാ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? എന്നാ പറയുന്നേ? 246 യൂണിയൻ ലിസ്റ്റ് അല്ല, യൂണിയൻ ഗവൺമെന്റിന് മാത്രം നിയമം നടത്താൻ പറ്റിയ ലിസ്റ്റ്. ദെൻ സ്റ്റേറ്റ് ലിസ്റ്റിന് മാത്രം നിയമനിർവഹണം നടത്താൻ പറ്റിയ ലിസ്റ്റ്. ദെൻ കൺകറന്റ് ലിസ്റ്റ്, രണ്ടുപേർക്കും ഒരേപോലെ നിയമം നടത്താൻ പറ്റിയ ലിസ്റ്റ്. അതിന്റെ അർത്ഥം അവർക്ക് അവരുടെ അധികാര പദവി അങ്ങ് വിട്ടുകൊടുത്തു എന്നല്ലേ? അതല്ലേ അതിന്റെ സിമ്പിൾ മീനിങ്. ഓരോരുത്തർക്കുള്ള അധികാരം അങ്ങ് വിട്ടുകൊടുത്തു. ഡിവിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവർ ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. പഞ്ചായത്തി രാജോ, പവർ ഓഫ് പ്രസിഡന്റോ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ ബിറ്റ്വീൻ സ്റ്റേറ്റ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ ഒക്കെ ഫൈനാൻസ് കമ്മീഷനിലല്ലേ വരുന്നേ? ഓക്കെ, അപ്പൊ അതൊന്നുമല്ല ഇവിടെ പറയുന്നത് എന്താണ്? നൈസായിട്ട് അവരുടെ പവറാണ്. ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളിലുള്ള പവറിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ക്ലിയർ? ഓക്കെയാണ്. എക്സസീവ് ആൻഡ് അൺപ്ലാനഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. യെസ്, ഈ അൺപ്ലാനഡ് ആയിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്തുണ്ടാക്കുന്ന രാജ്യത്ത് അല്ലേ? ഒന്ന്, ഡിക്രീസ്ഡ് ഇൻഫ്ലേഷൻ. തെറ്റാണ്. കൂട്ടും. തെറ്റാണ്. റിഡക്ഷൻ അല്ല, ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ? എക്കണോമിയിൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കില്ല, കാരണം അൺപ്ലാനഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അത് സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നത്? അങ്ങനെ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് എടുത്തപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടി ഫൈനാൻഷ്യൽ ക്രൈസിസ് ആൻഡ് ഡെപ്റ്റ് ബർഡൻ. ഉറപ്പായിട്ടും അത് ഡെഫിസിറ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡെഫിസിറ്റ് കാരണം നമ്മൾ ഇന്ത്യൻ എക്കണോമിയിൽ പഠിച്ചിട്ടുണ്ട്, ഗവൺമെന്റിന്റെ റിഫോംസിൽ, ഫിസ്ക്കൽ റിഫോംസിൽ നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്താണ്? റിഡ്യൂസ് അൺനെസസറി എക്സ്പെൻഡിച്ചർ, മെയിനായിട്ട് അൺനെസസറി സബ്സിഡീസ്. അൺനെസസറി ആയിട്ടുള്ള സബ്സിഡീസ് മാക്സിമം അബോളിഷ് ചെയ്യുക. കാരണം ഉള്ളവനില്ലാത്തവരൊന്നും സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ലെന്നേ കേട്ടോ. അത് ഗവൺമെന്റിന് എന്തിലേക്ക് കൊണ്ടുപോകും? ഡെഫിസിറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അൺപ്ലാനഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ഡെഫിസിറ്റിലേക്ക് കൊണ്ടുപോകാനാണ് ചാൻസ് കൂടുതൽ. Then which of the following situation best demonstrate make failure due to asymmetric information? Asymmetric information എന്ന് പറഞ്ഞാൽ എന്താ? ഓർക്കുന്നുണ്ടോ? ഇൻഫർമേഷൻ ഫെയിലിയർ, മാർക്കറ്റ് ഫെയിലിയറിന്റെ ഒരു കാരണങ്ങളിലൊന്നാണ് നമ്മുടെ അസിമെട്രിക് ഇൻഫർമേഷൻ. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അസിമെട്രിക് ഇൻഫർമേഷൻ ആയിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് വരുന്നത് ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നോക്കാം. എ മോണോപോളിസ്റ്റ് എക്സ്പ്ലോയിറ്റിംഗ് മാർക്കറ്റ് പവർ ബൈ റെഡ്യൂസിംഗ് മണി സപ്ലൈ. ഇത് മാർക്കറ്റ് പവർ ആണ്. ഇത് അസിമെട്രിക് ഇൻഫർമേഷൻ അല്ല, മാർക്കറ്റ് പവറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Then consumers buying substandard product because they lack. അത് നോക്കാം. ദ ഗവൺമെന്റ് പ്രൊവൈഡിങ് പബ്ലിക് ഗുഡ് ലൈക്ക് സ്ട്രീറ്റ് ലൈറ്റിംഗ്. നല്ലതല്ലേ? ഇത് ആൻസർ അല്ല, ഇത് നല്ലൊരു കാര്യമാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. പബ്ലിക് ഗുഡ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ദെൻ നാച്ചുറൽ മൊണോപ്പൊളി വേർ എക്കണോമിക്സ് ഓഫ് സ്കിൽ. ഇത് മൊണോപ്പൊളിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊന്നുമല്ല. അസിമെട്രിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്താണ്? ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ആണ്. സംടൈംസ് ബയേഴ്സ് നോ മോർ ദാൻ ദ സെല്ലർ ഓർ സെല്ലർ നോ മോർ ദാൻ ദി ബയർ. അതാണ് അസിമെട്രിക് ഇൻഫർമേഷൻ. സോ കറക്റ്റ് ആൻസർ, ഡയറക്റ്റ് ആൻസർ അവിടെയുണ്ട്. കൺസ്യൂമേഴ്സ് ബൈയിങ് സബ്സ്റ്റാൻസേർഡ് പ്രോഡക്റ്റ് ബിക്കോസ് ദേ ലാക്ക് ഇൻഫർമേഷൻ അബൌട്ട് ദ ക്വാളിറ്റി. അവർക്കറിയില്ല. കൺസ്യൂമേഴ്സിന് അവിടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിനെ കുറിച്ച് വലിയ പിടുത്തമില്ല. പക്ഷെ ആർക്കറിയാം? പ്രൊഡ്യൂസർക്ക് നല്ല രീതിയിൽ അവിടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിനെ കുറിച്ച് അറിയാം. പ്രൊഡ്യൂസർക്ക് മാത്രമേ അറിയുള്ളൂ, കൺസ്യൂമർക്ക് ഇൻഫർമേഷൻ ഇല്ല. അതുകൊണ്ടാണ് അത് അസിമെട്രിക് ഇൻഫർമേഷനിലേക്ക് പോയത്. ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അസിമെട്രിക് ഇൻഫർമേഷൻ leads to adverse selection അല്ലേ? അഡ്വേഴ്സ് സെലക്ഷൻ. അവിടെ നമ്മൾ ജോർജ് അക്കർലോഫിനെ കുറിച്ച് പഠിക്കുന്നു, ലെമൺസ് പ്രോബ്ലം അവിടെ പഠിക്കുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ അവിടെ വരുന്ന മോറൽ ഹസാർഡ് അല്ലേ? മോറൽ ഹസാർഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഓർത്ത് വയ്ക്കുക. വിച്ച് ആർ ദ ഫോളോയിങ് നോട്ട് ദ പാർട്ട് ഓഫ് മണി സപ്ലൈ ഇൻ ആൻ ഇക്കോണമി? മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ മക്കൾ എന്താ ഈ മണി സപ്ലൈ? ടോട്ടൽ മണി അവൈലബിൾ ഇൻ ആൻ ഇക്കോണമി.
ഓർ പബ്ലിക്. ഇതല്ലേ മണി സപ്ലൈ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മൾ ഒരാൾ എക്സെപ്റ്റ്, ഇതിൽ നിന്ന് ഒരാൾ എക്സെപ്റ്റ് ആണ് ഈ പബ്ലിക്. ആരാണ്? പ്രൊഡ്യൂസേഴ്സ് ഓഫ് മണി. അതാരാ? ബാങ്ക്. പ്രൊഡ്യൂസേഴ്സ് ഓഫ് മണീനെ ഇതിനെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഗവൺമെന്റ് ആൻഡ് ബാങ്കിങ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഡിമാൻഡ് ഡെപ്പോസിറ്റ് അത് നമ്മുടെ ഡെപ്പോസിറ്റാ. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റ്, അതായത് കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്, അതാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. സേവിങ്സ് അക്കൗണ്ട് അത് നമ്മുടെയാ. ടൈം ഡെപ്പോസിറ്റ് നമ്മുടെയാ. ഇതെല്ലാം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, പക്ഷേ കറൻസി ഹെൽഡ് ബൈ സെൻട്രൽ ബാങ്ക്. അപ്പോൾ മണി സപ്ലൈയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതല്ലേ? കറൻസി ഹെൽഡ് ബൈ സെൻട്രൽ ബാങ്ക് അല്ലേ. ബാക്കിയെല്ലാം എന്താണ്? മണി സപ്ലൈയിൽ വരുന്നതാണ്. ക്ലിയർ? അടുത്തത്, which are the following not tool of മോണിറ്ററി പോളിസി? മോണിറ്ററി പോളിസിയുടെ ടൂള് നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പഠിച്ചു വെച്ചേക്കണേ? നമുക്ക് ഓപ്ഷൻ നോക്കാതെ അതൊന്ന് എഴുതി നോക്കാം. ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, SLR, MSF, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷന്, പിന്നെ LAF അല്ലേ. ഇതിങ്ങനെ കുറേയും പഠിച്ചിട്ടുണ്ട്. ഇതേ കിടക്കും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആൻസർ ആവില്ല, നോട്ട് എന്നാ ചോദിച്ചാണ്. ഇത് മോണിറ്ററി പോളിസിയാണ്. റിസർവ് റിക്വയർമെന്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ആ റിസർവ് റിക്വയർമെന്റ്, റിസർവ് CRR SLR ഇത് MP ആണ്. ചേഞ്ചിങ് ദ ഡിസ്കൗണ്ട് റേറ്റ്, ഇത് ഡിസ്കൗണ്ട് റേറ്റ്, അവരുടെ ബില്ലുകളൊക്കെ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. മോണിറ്ററി പോളിസി തന്നെയാണ്. അഡ്ജസ്റ്റിംഗ് ടാക്സ് റേറ്റ്, ഇത് ഫിസ്ക്കൽ പോളിസിയാണ്. അപ്പൊ ഇതാണ് ആൻസർ, നോട്ട് എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ടാക്സ് അല്ലേ. ടാക്സ് എപ്പോഴും ഫിസ്ക്കൽ പോളിസി അല്ലേ, ഗവൺമെന്റ് അല്ലേ. ദെൻ അക്കോർഡിംഗ് ടു എക്ഷറോഹിലിൻ തിയറം, കുറേ നാൾക്ക് ശേഷമാണ് എച്ചോ തിയറം ഒക്കെ വരുന്നത് ക്വസ്റ്റ്യനിൽ. എക്ഷറോഹിലിൻ തിയറം, country will have comparative advantage in production of a country will have a comparative advantage in the production of good. ഓക്കെ, ഒരു രാജ്യത്തിന് എന്തുണ്ട്? അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് അവിടെ പറയുന്നത് 16. ഓക്കെ, റിക്വയർ ലേബർ ഇന്റൻസീവ് ടെക്നിക് ഇഫ് ദ കൺട്രി ഹാസ് സർപ്ലസ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, തെറ്റ്. ക്യാപിറ്റൽ ഇന്റൻസീവ് അല്ലേ അവന്റെ. റിക്വയർ ലേബർ ഇന്റൻസീവ് ടെക്നിക് ഇഫ് കൺട്രി ഹാസ് ക്യാപിറ്റൽ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് അവിടെ വരണ്ടേ, നേരെ ഓപ്പോസിറ്റ് അവർ പറഞ്ഞാണ്. ദെൻ റിക്വയർ അഡ്വാൻസ്ഡ് ടെക്നോളജി ഇൻ വിച്ച് ദ കൺട്രി ഈസ് ടെക്നോളജിക്കലി സുപ്പീരിയർ, അങ്ങനെ ഒരു കാര്യമല്ലല്ലോ നമ്മൾ പറയുന്നത്. അല്ല, ക്യാപിറ്റൽ റിച്ച് ആയിട്ടുള്ള രാജ്യം ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്, ലേബർ റിച്ച് ആയിട്ടുള്ള രാജ്യം ലേബർ ഇന്റൻസീവ്. അഡ്വാൻസ്ഡ് ടെക്നോളജി റിക്വയർ ഹൈ ലേബർ കോസ്റ്റ് ഇൻ ദ കൺട്രി വിത്ത് ലോ വേജ്. റിക്വയർ ഹൈ ലേബർ കോസ്റ്റ് ഇൻ എ കൺട്രി വിത്ത് ലോ വേജ്, അങ്ങനെയല്ലോ പറയുന്നത്. യൂട്ടിലൈസ് അബണ്ടൻ, നോക്ക്, യൂട്ടിലൈസ് എന്ത് ചെയ്യണം? അബണ്ടൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഏതാണോ അവർക്ക് കൂടുതലുള്ളത് അത് ഉപയോഗിച്ച് ദാറ്റ് കൺട്രി ഹാസ് ഇൻ ലാർജ് സപ്ലൈ, ഏതാണോ അവർക്ക് കൂടുതലായിട്ടുള്ളത് അത് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ നടത്തണം എന്നല്ലേ പറയുന്നത് തിയറിയിൽ. അങ്ങനെയല്ലേ പറയുന്നത്? അതെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, 17 പറയുന്നു. നോക്കി, ഇന്റർനാഷണൽ ട്രേഡ് നെഗോസിയേഷൻ, WTO ആയിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻസ് ട്രേഡിൽ. വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കോമൺ ഒബ്ജക്റ്റീവ് ടു കൺട്രി ഇൻവോൾവ് മൾട്ടിലാറ്ററൽ ട്രേഡ് ടോക്ക്. മൾട്ടിലാറ്ററൽ ഒന്നും കണ്ട് ഞെട്ടണ്ട കേട്ടോ. അപ്പോൾ എന്തായിരിക്കാം അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് ട്രേഡിൽ? ഒന്ന്, ഇൻക്രീസ് താരിഫ്, പൊട്ടത്തെറ്റ്, അവിടെ തന്നെ തെറ്റി. റെഡ്യൂസ് ട്രേഡ് ബാരിയർ ആൻഡ് പ്രൊമോട്ട് ഫ്രീ ട്രേഡ്, റെഡ്യൂസ് ട്രേഡ് ബാരിയർ ആൻഡ് പ്രൊമോട്ട് ഫ്രീ ട്രേഡ്, അത് ശരിയാണ്. വേറെ എന്തെങ്കിലും ശരിയുണ്ടോ നമുക്ക് നോക്കാം. ഇത് ശരിയാണല്ലോ മക്കളെ. ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലെവൽ താരിഫ്, ഒരു ലോ ലെവൽ താരിഫ് മാത്രം ചുമത്തിക്കൊണ്ട് ട്രേഡ് നടത്താം. റെസ്ട്രിക്റ്റ് ഫോറിൻ കോമ്പറ്റീഷൻ, തെറ്റ്, എൻകറേജ് ചെയ്യണം. എൻഹാൻസ് ഡൊമസ്റ്റിക് സബ്സിഡീസ് ഫോർ അഗ്രികൾച്ചർ സെക്ടർ, ഇല്ല, എല്ലാത്തിനും സബ്സിഡി കൊടുക്കരുത് എന്നല്ലേ പറയുന്നത്, തെറ്റാണത്. അപ്പൊ എന്നാ പറയുന്നത്? 17 ബി, റെഡ്യൂസ് ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് പ്രൊമോട്ട് ഫ്രീഡം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. AOA, എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ ഉണ്ട്. എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറിൽ 3 വാക്കുകളുണ്ട്. എന്താ? മാർക്കറ്റ് ആക്സസ്, ഡൊമസ്റ്റിക് സപ്പോർട്ട്, എക്സ്പോർട്ട് സബ്സിഡി. കൊടുക്കരുത് എന്നാ പറയുന്നത്. എക്സ്പോർട്ട് സബ്സിഡി കൊടുക്കാൻ പാടില്ല. ഓക്കെ, ദെൻ
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രൈമറി ഒബ്ജക്റ്റീവ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യാസ് 5-year പ്ലാൻ, പ്ലാനിംഗ് കമ്മീഷൻ 1950 51 5-year പ്ലാൻസ് വരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ വന്നത് 1950 ഈ 1950 വന്ന പ്ലാനിംഗ് കമ്മീഷന്റെ എന്തായിരുന്നു 5-year പ്ലാന്റെ അജണ്ട എന്ന് കഴിഞ്ഞ തവണ തൊട്ട് ചോദിക്കണയാണ്. മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് പൊക്കോളണം. സിമ്പിൾ ആണ്. അവരുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, ടു പ്രൊമോട്ട് ബാലൻസ്ഡ് എക്കണോമിക് ഗ്രോത്ത് ഇൻ ഓൾ റീജിയൻ. ഡിസ്കറേജ് അല്ല, എൻകറേജ് ആണ്. എൻഷുർ ഫോറിൻ എയ്ഡ് ആൻഡ് അതിനൊന്നും വേണ്ടിയിട്ടൊന്നും അല്ല അത് ചെയ്തത്. റെഗുലേറ്റ് കൺട്രോൾ ഫോറിൻ ട്രേഡ് ഒന്നിനും അല്ല. രാജ്യത്തിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഇവരുടെ ലക്ഷ്യം. രാജ്യത്തിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടാണ് ഓരോ 5-year പ്ലാനുകൾ നടന്നത്. ഫസ്റ്റ് 5-year പ്ലാൻ 1951 to 56 വരെ നടന്നപ്പോൾ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. സെക്കൻഡ് 5-year പ്ലാൻ ഇൻഡസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. തേർഡ് 5-year പ്ലാൻ വീണ്ടും അഗ്രികൾച്ചറിലേക്ക് തിരിച്ചു വരുന്നു. ഗ്രീൻ റവല്യൂഷൻ വരുന്നു. പക്ഷെ പൊട്ടി പാളീസായി പോയി തേർഡ് 5-year പ്ലാൻ. ഇന്ത്യ ചൈന ഒരു വാർ നടക്കുന്നു, ഇന്ത്യ പാക് വാർ നടക്കുന്നുണ്ട്, പിന്നെ ഒരു വരൾച്ച വന്നു ഇന്ത്യയിൽ. ഈ 3 കാരണങ്ങൾ കൊണ്ട് മൂന്നാമത്തെ 5-year പ്ലാൻ ഫെയിലിയർ ആവുകയാണ്. ദെൻ നമ്മുടെ രാജ്യത്ത് നടന്ന ആനുവൽ പ്ലാൻ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കഥകളൊക്കെ ഉണ്ട്, നല്ല രസമാണ്. പോട്ടെ, നിങ്ങൾക്ക് 5-year പ്ലാൻ പഠിക്കാനില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ്? നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ചാപ്റ്റർ പോയി നോക്കിയാൽ മതി. ഇന്ത്യൻ എക്കണോമിയുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അല്ല, റെമിറ്റൻസ് അല്ല, ടൂറിസം അല്ല, ഇത് സർവീസ് സെക്ടർ ആണ്. മോസ്റ്റ് അല്ലെ WTO മെമ്പേഴ്സ് 10 മെമ്പേഴ്സിൽ സർവീസ് എക്സ്പോർട്ട് ഇമ്പോർട്ടും ചെയ്യുന്നതിൽ ഇന്ത്യയാണ് ടോപ്പിലുള്ളത്. ഓക്കെ, 10 മെമ്പേഴ്സിൽ ഇന്ത്യ ഉണ്ട്. ഇത് ഇന്ത്യൻ എക്കണോമിന്ന് ക്വസ്റ്റ്യൻ ആണ്. അവിടെ കറക്റ്റായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്, വായിച്ചോളണം. ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യ ഫോക്കസ്ഡ് പ്രൈമർലി ഓൺ ഇൻക്രീസിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ്. ഗ്രീൻ റവല്യൂഷന്റെ 2 കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക. ഒന്ന് HYV സീഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്രീൻ റവല്യൂഷൻ നടത്തിയത്. 2 പ്രൈമർലി ഏതിന്റെ ഇൻക്രീസ് ആണ് നോക്കിയത്? ഒന്നുമില്ല മക്കളെ, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, ഫുഡ് ഗ്രെയിൻസ് ആണ്. എസ്പെഷ്യലി എന്താണ്, റൈസ് ആൻഡ് വീറ്റ്. അല്ലാതെ ഓയിൽ സീഡോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളോ ക്യാഷ് ക്രോപ്സ്, അത് കോട്ടൺ ഷുഗർ കെയിൻ ഒന്നും അല്ല. അത് നമ്മുടെ രാജ്യത്ത് എന്തുണ്ട്? കോട്ടൺ ഒക്കെ ലാർജസ്റ്റ് ഏരിയയിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല. ഷുഗർ കെയിൻ ഒക്കെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് ഇന്ത്യ അല്ലേ. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റൂലോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചാൽ എന്താ, വീറ്റ്, റൈസ്, ഇത് ലാർജസ്റ്റ് ഏരിയയിൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് ഇന്ത്യ ഇതിൽ. ദെൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്. ഇതിലും വരുന്നുണ്ട്. ദെൻ കോട്ടൻ്റെ കേസിൽ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ വരുന്നുണ്ട്. ഷുഗർ കെയിനും സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ വരുന്നുണ്ട് കേട്ടോ. ദെൻ അക്കോർഡിംഗ് ടു ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, നമ്മുടെ ഫിഷറിന്റെ തിയറി, ക്ലാസിക്കൽ തിയറി ഇല്ലേ, അതാണ് ഫിഷർ തിയറി. ഞാൻ പറഞ്ഞില്ലേ 2 മീൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കോലെ കുത്തിയ മീൻ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത്. ഇഫ് മണി സപ്ലൈ ഇൻക്രീസസ്, അപ്പം മണി സപ്ലൈ കൂടി. ഇപ്പോൾ 3 ആൾക്കാർ തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ദ വെലോസിറ്റി ഓഫ് മണി ആൻഡ് ഔട്ട്പുട്ട് റിമൈൻസ് കോൺസ്റ്റന്റ്. അത് നമുക്കറിയാം, B ആണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കോൺസ്റ്റന്റ് ആയിക്കോട്ടെ. പ്രൈസ് എന്ത് ചെയ്യുന്നു? അപ്പോൾ മണി സപ്ലൈ കൂടിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കളെ, പ്രൈസ് കൂടാതെ ക്വാണ്ടിറ്റി ഓഫ് മണി. ഈ മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് മണി കൂടിയെന്ന. ക്വാണ്ടിറ്റി ഓഫ് മണി കൂടിയാൽ പ്രൈസ് കൂടും. ദെൻ വാല്യൂ എന്ത് ചെയ്യും? മണിയുടെ വാല്യൂ കുറയുമെന്ന് പഠിച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ഇത് രണ്ടും തമ്മിൽ നോക്കിയാൽ പക്ക പ്രൊപ്പോർഷണൽ അല്ലേ. ഇത് 10% കൂടിയാ ഇതും 10% തന്നെ കൂടും അല്ലേ. ആൻസർ ഏതാ? ഇൻക്രീസ് പ്രൊപ്പോർഷനേറ്റ്ലി. ഇതേ കിടക്കണോ ആൻസർ? അവിടെ ഉണ്ടല്ലോ 21. തെറ്റല്ലേ? എത്രത്തോളം പൈസ ഇറങ്ങണോ അത്രത്തോളം രാജ്യത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാവും. അല്ലാതെ അൺപ്രഡിക്റ്റബിൾ ആണോ? അല്ലല്ല. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റുക അൺപ്രഡിക്റ്റബിൾ ആണ്? എത്ര പൈസ ഇറങ്ങിയോ അത്രയും തന്നെ ഉണ്ടാവും. സെയിം ആയിട്ടൊന്നും നിൽക്കത്തില്ല, ഡിക്രീസും ചെയ്യത്തില്ല, ഇൻഫ്ലേഷൻ ഉണ്ടാവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി ആൻ എക്സാമ്പിൾ ഓഫ് കൗണ്ടർ സൈക്ലിക്കൽ ഫിസ്ക്കൽ പോളിസി? അപ്പോൾ കൗണ്ടർ പോളിസിയാണ് നമുക്ക് പഠിക്കണ്ടേ. പക്ഷെ അവർ പറയുന്നുണ്ട് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് റിസഷൻ. അപ്പോൾ ബിസിനസ് സൈക്കിളായിട്ടൊന്ന് കണക്ട് ചെയ്യണം നമുക്ക്. സിമ്പിൾ ആണേ. ഇതാ റിസഷൻ ഫേസ് ആണല്ലോ, അതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇതാണ് നമ്മുടെ റിസഷൻ. ഈ റിസഷനിൽ എല്ലാ എക്കണോമിയിലും കുറയുമല്ലേ, എല്ലാം കുറഞ്ഞു പോവല്ലേ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ എന്നാ? കൗണ്ടർ ആയിരിക്കണം. കൗണ്ടർ സൈക്ലിക്കൽ പോളിസിയാണ്. ഉള്ളതിന് നേരെ തിരിച്ചു തന്നെ കൗണ്ടർ സൈക്ലിക്കൽ ഫിസിക്കൽ പോളിസി നടക്കണം എക്കണോമിയിൽ. അപ്പോൾ എല്ലാം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഗവൺമെന്റ് വന്നിട്ട് എന്ത് ചെയ്യണം? ഈ ആൾക്കാരെ നല്ലതാക്കണം.
കുറഞ്ഞു പോവല്ലേ, താഴ്ത്തേട്ട് പോണ സമയത്ത് ഗവൺമെന്റ് വന്ന് ഇതിനെ പൊക്കണം. അപ്പോഴാണ് ആ ക്വസ്റ്റിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ആൻസർ ആവുക. അപ്പൊ എന്ത് ചെയ്താൽ മതി ഗവൺമെന്റ് വന്നിട്ട്? ആ ടാക്സ് കട്ട് ചെയ്ത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടിയാൽ പോരെ? അപ്പൊ ഈ താന്നിരിക്കുന്ന ആൾക്കാർ വീണ്ടും നേരെ തിരിച്ച് റിവേഴ്സ് വരില്ലേ, പൊങ്ങൂലേ? അത്രയേ ഉള്ളൂ. ക്ലിയർ, സിമ്പിൾ ക്വസ്റ്റ്യൻ. കൺട്രിയിലെ കറൻസിയുടെ ഡിപ്രിസിയേഷൻ നടന്നു. ഡിപ്രിസിയേഷൻ അപ്പൊ ആദ്യം തന്നെ എഴുതുക. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ കുറഞ്ഞു എന്നല്ലേ? വാല്യൂ കുറഞ്ഞു. അപ്പോൾ $1 ഈക്വൽ ടു 60 എന്നുള്ളത് എന്തായി? $1 ഈക്വൽ ടു 70 ആയി. നമ്മൾ പഠിച്ചിട്ടുണ്ട് കിട്ടി കൊടുക്കണം. ദേ ആ 2 ഹിന്റ് ആദ്യം ഇങ്ങനെ പുള്ളിയുള്ളത് എടുക്കണം. കിട്ടി പുള്ളിയുള്ളതല്ല, ഇങ്ങനെ വള്ളിയുള്ളത്. കിട്ടി കൊടു, കിട്ടി കൊടു, ഇതാണ് നമ്മുടെ ഹിന്റ്. ഇന്നലെ വരെ അവർക്ക് 60 കിട്ടേണ്ട സ്ഥാനത്ത് ഇന്ന് എന്ത് കിട്ടി? 70 കിട്ടി. നമ്മള് 60 കൊടുക്കേണ്ട സ്ഥാനത്ത് ഇന്ന് 70 കൊടുക്കണം. പണിപാളി, നമുക്ക് പണിപാളി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല? ഇമ്പോർട്ട് ചെയ്യത്തില്ല. അവർക്ക് 60 കിട്ടേണ്ട സ്ഥാനത്ത് അവർക്ക് 70 കിട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലതാണ്, എക്സ്പോർട്ട് കൂടും. എക്സ്പോർട്ട് കൂടും. ഇനി ഞാൻ പറഞ്ഞു തന്നേണ്ട, ഏത് സാധനമാണോ കൂടുന്നത് അത് ചീപ്പായെന്ന അതിന്റെ മീനിങ്. എന്താണോ കുറയുന്നത് അത് എക്സ്പെൻസീവ് ആയെന്ന അതിന്റെ മീനിങ്. ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ആൻസറിങ് എടുത്തേ ഇങ്ങ് പോന്നോട്ടെ. ഡയറക്റ്റ് ആയിട്ട് അവിടെ കിടക്കുമല്ലേ. ദ കൺട്രീസ് എക്സ്പോർട്ട് ബിക്കം ചീപ്പർ, ദ ഫോറിൻ ബയേഴ്സ്. കിടക്കണം ആൻസർ. ഓക്കെ. ദെൻ ഡൊമസ്റ്റിക് കറൻസി ഇൻക്രീസിങ് ദ വാല്യൂ. തെറ്റ്. നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുവാണ്. ദ കൺട്രീസ് എക്സ്പോർട്ട് വിൽ ബിക്കം മോർ എക്സ്പെൻസീവ്. തെറ്റ്. ചീപ്പാവാണ്. സെൻട്രൽ ബാങ്ക് ആക്റ്റീവ്ലി ഇൻക്രീസിങ് ദ സപ്ലൈ ഓഫ് മണി. എന്തിന്? ഒന്നുമല്ല അതിന്റെ ആൻസർ. ക്ലിയർ? 24 ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അറിയാലോ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മുടെ മാർഷാലിന്റെ ഒന്നാമത്തെ കൺസ്യൂമറിനെ കുറിച്ച് വരുന്ന മോഡലാണ്. മാർജിനൽ യൂട്ടിലിറ്റി ഗുഡ് ഡിമിനിഷസ് ഓവർ ടൈം, ഒന്നാമത്തെ ഓപ്ഷൻ. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് നെഗറ്റീവ്, ഒരിക്കലും ആവില്ല. ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഗുഡ് കൺസ്യൂമർഡ് വിൽ കോൺട്രിബ്യൂട്ട് മോസ്റ്റ് ടു ദ കൺസ്യൂമർ. അല്ല, ലാസ്റ്റ് ഗുഡ് ഒന്നും കൊടുക്കുന്നില്ല. ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ഗുഡ് കൺസ്യൂമർഡ് വിൽ കോൺട്രിബ്യൂട്ട് ദ മോസ്റ്റ് ഓഫ് ദ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. ഇത് ശരിയാണ്. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഗുഡ് ഡിമിനിഷസ് ഓവർ ടൈം. മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷസ് ഓവർ ടൈം. ശരിയാണത്. മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഡിമിനിഷസ് ആണ്. ദെൻ അതെന്ത് ചെയ്യുന്നുണ്ട്? താഴ്ത്തേട്ട് പോകുന്നുണ്ട്, നെഗറ്റീവ് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓപ്ഷനും കറക്റ്റാ. പക്ഷേ നമ്മളോട് ചോദിച്ചാൽ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഇംപ്ലൈസ് ദാറ്റ് എന്നല്ലേ. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണ് കാണിച്ചു തരുന്നതെന്നല്ലേ ചോദിച്ചേണേ. അവിടെ പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഗുഡ് ഡിമിനിഷസ് ഓവർ ടൈം എന്ന് പറയുന്നത് ഈ സാധനം നേരെ അവരെടുത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ അവര് ഒന്നാമത് എഴുതിയേക്കുമല്ലേ. അതാണ് ഡിമിനിഷസ് ആണ്. പ്രത്യേകിച്ച് കർവ് ഡിമിനിഷിങ് ആണ്. കർവ് ചോദിച്ചു കഴിഞ്ഞാൽ കർവ് പോലെ ചോദിച്ചാൽ ഓപ്ഷൻ എ സെറ്റാണ്. ഇവിടെ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് അയാൾക്ക് എന്ത് കിട്ടും? ഏറ്റവും നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്ന് അവിടെ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം അടുത്ത യൂണിറ്റിന് എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല എന്നാ. ക്ലിയർ? ഇനി ഓപ്ഷൻ എയും ഡിയും ഒക്കെ ഒരു ബോത്ത് വന്നു കഴിഞ്ഞാൽ രണ്ടും ആൻസർ ആവാൻ കേട്ടോ. കാരണം മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഗുഡ് ഡിമിനിഷസ് ഓവർ ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഡിമിനിഷസ് ഫുള്ള് ഡിമിനിഷിങ്. അത് പോസിറ്റീവ് നെഗറ്റീവ് 0 ആവുന്നേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ ഡി ആണ് ആൻസർ. ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇന്റേണൽ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മക്കളെ, കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞായിരുന്നു RTP MTP കണ്ടതിന് ശേഷം ഇത് പഠിപ്പിക്കുള്ളൂ എന്നല്ലേ. ഇക്കണോമീസ് ആൻഡ് ഒരിക്കലും അങ്ങനെ വരാറില്ല. ഇതിപ്പോ RTPയിൽ വന്നു പറഞ്ഞിട്ട് വന്നൊന്നുമില്ല. എക്കണോമീസ് ആൻഡ് ഡിസെക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഏത്, ഡിസെക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഏതെന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്. അതൊന്ന് വായിക്കണം കേട്ടോ. അപ്പൊ ഇത് മസ്റ്റ് റീഡാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടാ പോയത്. MTP RTPയും വരുമ്പോൾ അതിൽ ഞാൻ പറയൂന്ന പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ മസ്റ്റ് റീഡാണ് ടെക്സ്റ്റ് ബുക്കിൽ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ആൻസർ കിട്ടും. ദെൻ നിങ്ങൾ തൂക്കിക്കോ കേട്ടോ. ഞാൻ പറഞ്ഞു തന്നാൽ ശരിയാവില്ല. നിങ്ങൾ അതിൽ നിന്ന് ആൻസർ എടുത്ത് നിങ്ങൾ അതിൽ നിന്ന് തൂക്കിക്കോ. അങ്ങനെ കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ. ഇഫ് എ ഫേം ടോട്ടൽ റവന്യൂ ഈസ് നോട്ട് ഇനഫ് ടു മേക്ക് ഗുഡ് ഈവൻ
ബെറ്റർ ടു ഷട്ട് ഡൗൺ. അപ്പോൾ ഒരു ഫേമിന്റെ ടോട്ടൽ റവന്യൂ ഇസ് നോട്ട് ഇനഫ്. പുള്ളിയുടെ ടോട്ടൽ റവന്യൂ ഒരു സാധനമായിട്ട് എന്തോ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ പറയുവാണ് ഷട്ട് ഡൗൺ ചെയ്ത് പോകാൻ നല്ലത്, ഇനി അവിടെ നിൽക്കണ്ട, അടച്ചുപൂട്ടി പൊക്കോളാൻ പറഞ്ഞു. ഈ അടച്ചുപൂട്ടി പൊക്കോളാൻ പറഞ്ഞെങ്കിൽ അപ്പോൾ ആ ടോട്ടൽ റവന്യൂ എന്തോ ആയിട്ടും മാച്ച് ആയിട്ടില്ല, അല്ലെങ്കിൽ എന്തിൻ്റെയോ മുകളിൽ പോയിട്ടില്ല, ഇനഫ് ആയിട്ടില്ല. എന്തായിരിക്കും? ഫിക്സഡ് കോസ്റ്റ് അല്ല. ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ ഇതൊന്നും അല്ല. ഷട്ട് ഡൗണിന്റെ ഒറ്റ കാര്യം എടുത്തോ. ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ആരോ ഓർത്തോണം? ABC. ABC അവിടെ ഉണ്ടോ നോക്കിയേ. ABC ഇല്ലല്ലോ. അയ്യോ, അപ്പൊ എന്ത് പറ്റി? TVC ഉണ്ടല്ലോ. AVCയുടെ ടോട്ടൽ ആണല്ലോ TVC. TVC ഇൻറ്റു Q അല്ലേ TVC. TVC മതി. ടോട്ടൽ റവന്യൂ വെച്ചോണ്ടല്ലേ പറഞ്ഞേക്കണേ, ആവറേജ് റവന്യൂ വെച്ചോണ്ടല്ലോ പറഞ്ഞേക്കണേ. അപ്പൊ TVC തന്നെ ധാരാളമാണ്. യെസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ RTP എന്ന് പറയുന്നത്. RTP. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അത് നിങ്ങളുടെ കഴിഞ്ഞ സെപ്റ്റംബർ ബാച്ചിലെ MTPയിലും RTPയിലും ഒക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചേക്കുവാണ്. അപ്പോൾ അത് വലിയൊരു ഹിൻ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതിനെ മക്കൾ തട്ടിമാറ്റി കളയരുത്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല നമുക്ക്. ക്ലിയർ? അപ്പൊ അധികം ഒരുപാട് ഓവറായിട്ട് ചളാക്കുന്നില്ല ഞാൻ. അപ്പൊ എന്തായാലും സെറ്റാക്കുക. അടുത്ത ഡിസ്കഷനിൽ കാണുമ്പോഴേക്കും